ശ്രീ രാജു പി നായർ ഇപ്പോൾ മുഖ്യമന്ത്രി പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഫയല് അതിൻ്റെ അന്വേഷണ റിപ്പോർട്ട് ഞങ്ങളുടെ മുമ്പിലില്ല, സർക്കാരിന് മുമ്പിലില്ല, ശരിയാണ്. DGPയുടെ മുമ്പിലാണ്, DGP അത് ക്ലാരിഫിക്കേഷൻ അയച്ചിരുന്നു. ഇതൊക്കെ സാങ്കേതികമായി ശരിയായിട്ടുള്ള കാര്യമാണ്. പക്ഷെ അതൊരു ടൈം ബൈയിങ് ടാക്ടിക്സ് ആണോ എന്നുള്ളതാണല്ലോ ഇവിടുത്തെ ചോദ്യം. അദ്ദേഹം DGP പദത്തിലേക്കുള്ള എലവേഷനുള്ള തടസ്സങ്ങൾ മാറ്റി ആ പദത്തിലേക്ക് നിയോഗിക്കപ്പെട്ടതിന് ശേഷം എടുക്കുന്ന നടപടിക്ക് ആ നടപടിയായിരിക്കും, പക്ഷേ ആ നടപടിയുടെ പ്രഹരശേഷി എന്ത് എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. അപ്പോൾ ആ സന്ദർഭത്തിൽ സർക്കാരിനെ സംബന്ധിച്ച് സർക്കാർ രാഷ്ട്രീയമായി കൂടി പ്രവർത്തിക്കേണ്ട ഒരു സംവിധാനമാണല്ലോ. നേരത്തെ പറഞ്ഞല്ലോ, അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിലോ കോടതിയിലോ ഒക്കെ പോയി അദ്ദേഹം വിടുതൽ നേടുന്ന സാഹചര്യം വന്നാലോ എന്നൊക്കെ അപ്പോഴും സർക്കാരിന് ഞങ്ങൾ നടപടിയെടുത്തു. അതൊരു മോറൽ വിക്ടറി ഉണ്ടല്ലോ, അണികളോടും സമൂഹത്തോടും പൊതുസമൂഹത്തോടും ഒക്കെ പറയാൻ കഴിയുന്ന മോറലായിട്ടുള്ള പൊസിഷൻ അവിടെ സർക്കാരിനുണ്ടല്ലോ. അതുകൊണ്ട് ഇത് ടൈം ബൈയിങ് ടാക്ടിക്സ് ആയിരിക്കുമെന്ന് വിചാരിക്കുന്ന ആളുകളോട് ഒരുപക്ഷെ നിങ്ങളുടെ പാർട്ടിക്കാർ പോലും ഉണ്ടാകാം, അതിൽ അവരോട് എന്ത് പറയാനുണ്ട്? അഭിലാഷേ, ഒന്ന് ഇവിടെ ഞാൻ ആദ്യം മറ്റു രണ്ടുപേര് പറഞ്ഞ കാര്യത്തെക്കുറിച്ചൊന്ന് പറയട്ടെ. ഒന്ന്, BJP ഇവിടെ ഇലക്ഷന് മുമ്പ് നടത്തിയിട്ടുള്ള വൈകാരിക പ്രകടനം അല്ലെങ്കിൽ ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനം എന്നാണ്. ദയവേത് BJP ഇത് പറയരുത്. BJPയുടെ അഖിലേന്ത്യാ പ്രസിഡന്റ് പറഞ്ഞ ജുംല ഇലക്ഷൻ സമയത്ത് ഞങ്ങൾ വാഗ്ദാനം കൊടുക്കുക, അതൊക്കെ ജുംലയാണെന്ന് പറഞ്ഞ ദേശീയ പ്രസിഡന്റും ഇപ്പം ആഭ്യന്തരമന്ത്രിയായിരിക്കുന്ന ആളുടെ അനുയായിയാണ് ശങ്കൂട്ടി ദാസ്. നമ്മളൊരു കാര്യം പറയുമ്പോൾ തിരിഞ്ഞു കൊത്തുമെന്ന് നോക്കി വേണം പറയാൻ. അതുകൊണ്ട് ദയവേത് BJP വാഗ്ദാനങ്ങൾ കൊടുക്കുന്നത് ലംഘിക്കുന്നത്, നമ്മൾക്കിപ്പോൾ 50 രൂപയ്ക്ക് പെട്രോൾ അടിച്ച് നടക്കുന്നവരാണല്ലോ, ദയവേത് BJP അതൊന്നും പറയരുത്. ഒന്ന്. രണ്ടാമത്തെ കാര്യം, CPM-ഉം BJP-യും തമ്മിലുള്ള ഡീലിൽ അജിത് കുമാർ പങ്കാളിയാവുന്നത് ഞങ്ങൾക്കറിയില്ല. പത്മജ BJP ചെയ്യണമെന്ന് അറിയാതിരുന്ന BJPയുടെ സംസ്ഥാന പ്രസിഡന്റായിരുന്നു ഇവിടെ, ഇല്ലേ? പത്മജ അറിഞ്ഞില്ല BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് അറിഞ്ഞില്ല പത്മജ BJP ചേരണത്. നിങ്ങൾ ഈ നാട്ടിൽ നടക്കുന്ന എന്തെങ്കിലും അറിയുന്നുണ്ടോ? നിങ്ങളുടെ ഫണ്ട് അടിച്ചുകൊണ്ട് പോയിട്ട് നിങ്ങൾ അറിഞ്ഞോ? വെറുതെ എന്തിനാണ് BJP ആവശ്യം? ശങ്കൂട്ടിദാസിൻ്റെ എത്ര പൈസ അവിടെ പേരിൽ പറ്റിച്ചിട്ടുണ്ടെന്ന് ആദ്യം നിങ്ങളൊന്ന് മനസ്സിലാക്കുക. അതായിരിക്കും ഏറ്റവും നല്ലത്. നമുക്ക് BJPക്ക് ഇപ്പോൾ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ അതൊക്കെ ആയിരിക്കും. ഒന്ന്. രണ്ടാമത്തെ കാര്യം ഞാൻ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചത് തന്നെയാണ്. ഇപ്പോൾ സനോജ് ഇവിടെ രാഷ്ട്രീയ വൈരാഗ്യം. ഞാൻ ചോദിക്കട്ടെ, കൂത്തുപറമ്പ് കേസുണ്ടായല്ലോ. കൂത്തുപറമ്പ് കേസ് 94 ഉണ്ടായതിനു ശേഷം 98-ൽ വന്ന ഗവൺമെൻറ് ഈ കൂത്തുപറമ്പ് കേസിൽ കൊലക്കുറ്റം ചാർജ് ചെയ്തില്ലേ? ആർക്കെതിരെയായിരുന്നു? ഇന്ന് DGP ആയിരിക്കുന്ന രവത ചന്ദ്രശേഖർ ഉൾപ്പെടെയായിരുന്നു. അവസാനം എന്തു സംഭവിച്ചു? കോടതിയിൽ പോയിട്ട് ഡ്യൂ പ്രോസസ്സ് നടന്നില്ല, അതിന് വേണ്ട പെർമിഷൻ കിട്ടിയില്ല എന്ന് പറഞ്ഞാൽ അവർ എക്സോണറേറ്റഡ് ആയി. ഞാൻ രവത ചന്ദ്രശേഖർ പ്രതിയാണെന്നോ അതിനകത്ത് കുറ്റകരമായിട്ടുണ്ടെന്നോ ഞാൻ പറയുന്നില്ല. പക്ഷേ ഒരു സർക്കാർ ഒരു തീരുമാനമെടുക്കുമ്പോൾ ഡ്യൂ പ്രോസസ്സ് നടപ്പാക്കിയില്ലെങ്കിൽ സനോജിന് പഠിക്കാൻ പറ്റുന്ന ടെസ്റ്റ് കേസാണ് കൂത്തുപറമ്പ്. ഞാൻ അത്രയും മാത്രമേ പറയുന്നുള്ളൂ. പിന്നെ രണ്ടാമത്തെ കാര്യം, അഭിലാഷും മറ്റ് നമ്മുടെ നിരീക്ഷകനും ഒക്കെ പറഞ്ഞ ഇതിൻ്റെ ടൈമിംഗ് ആണ്. ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഞാൻ അഭിലാഷിന് മുന്നിൽ വെക്കുകയാണ്. ഈ ജൂലൈ 31-ാം തീയതിയോടുകൂടി അദ്ദേഹത്തിന് DGP ആവാനായിട്ടുള്ള, അല്ലെങ്കിൽ ഇന്നത്തെ DGP മാറുമ്പോൾ DGP ആയിട്ട് പരിഗണിക്കപ്പെടേണ്ട ഒരു സ്റ്റേജിലേക്ക് എത്തുമെന്ന് അറിയാത്തതല്ലല്ലോ സർക്കാർ. അങ്ങനെയാണെങ്കിൽ ഇയാളെ സംരക്ഷിക്കുകയാണ് സർക്കാരിൻ്റെ ലക്ഷ്യമെങ്കിൽ ഈ അന്വേഷണം 2 മാസം കഴിഞ്ഞ് പ്രഖ്യാപിച്ച ആരെങ്കിലും എന്തെങ്കിലും പറയുമോ? കയറി വരുന്ന മന്ത്രിസഭ ആദ്യത്തെ സമയത്ത് തന്നെ ഇതിനെ സംബന്ധിച്ച് അന്വേഷണം പ്രഖ്യാപിക്കേണ്ട കാര്യമുണ്ടോ? അപ്പോൾ അന്വേഷണം പ്രഖ്യാപിച്ചതും അതിൻ്റെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നതുമെല്ലാം സർക്കാർ എടുത്തിരിക്കുന്ന വളരെ സുചിന്തിതമായ, സർക്കാർ ഞങ്ങളുടെ പാർട്ടി പ്രവർത്തകർക്ക് നേരെ നടന്ന ആക്രമണവും അത് പൊതുസമൂഹത്തിൻ്റെ മുന്നിൽ ആ ഒരു ആക്രമണത്തെ എത്രമാത്രം വൈകൃതത്തോടു കൂടിയാണ് അന്നത്തെ സർക്കാർ കാണിച്ചതും എന്നുള്ളതിന് എക്സ്പോസ് ചെയ്യുക എന്നുള്ള ഏറ്റവും വലിയ തീരുമാനം തന്നെയാണ്. 15 ദിവസം ഇനിയും കിടപ്പില്ലേ? നമ്മളിന്നിപ്പോൾ ജൂലൈ 15 അല്ലേ? ഇനിയും 16 ദിവസം കിടപ്പുണ്ടല്ലോ നിങ്ങൾ ഈ പറയുന്ന ടൈമിങ്ങിലേക്ക് എത്താൻ. അപ്പോൾ ആ സമയത്തിനുള്ളിൽ ADGP അജിത് കുമാർ ഈ പർട്ടിക്കുലർ കേസിൽ ഇതിനകത്ത് കുറ്റകരമായിട്ട് ഇടപെട്ടിട്ടുണ്ട് എന്ന് സ്ഥാപിച്ച സർക്കാർ ഒരു സംശയവും വേണ്ട, അതിനനുസരിച്ചുള്ള നടപടിയെടുക്കും. എന്ന് മാത്രമല്ല, അജിത് കുമാർ കേവലം ഇതിനകത്ത് മാത്രമല്ല, കഴിഞ്ഞ 10 വർഷം നടന്ന പിണറായി വിജയൻ്റെ മുഴുവൻ കൊള്ളരുതായിക്കും കൂട്ടുപിടിച്ച ആളാണ്. നിങ്ങൾക്കറിയാലോ, ഈ ലൈഫ് ഭവന പദ്ധതി കേസും മറ്റ് സ്വർണ്ണക്കള്ളക്കടത്തും ഉൾപ്പെടെയുള്ള സ്വപ്ന സുരേഷിനെതിരെ നിങ്ങളുടെ തന്നെ ഒരു സഹപ്രവർത്തകൻ ആരോപണം ഉന്നയിച്ചല്ലോ. അയാൾ ഡീൽ ചെയ്യാൻ പോയത് ആളാരാ? വിജിലൻസിൻ്റെ ഡയറക്ടറായിട്ടിരിക്കുമ്പോൾ ആരാ ഡീൽ ചെയ്യാൻ പോയത്? ഈ അജിത് കുമാർ അല്ലേ? ഹൊസാബിലെ പോലത്തെ തീവ്രവാദികളെ പോയി കണ്ടത് ഈ അജിത് കുമാർ അല്ലേ? CPM-ഉം BJP-യുമായിട്ട് ഡീൽ ഉണ്ടാക്കാൻ വേണ്ടി ഏറ്റവും മുൻകൈ എടുത്തത് അജിത് കുമാറാണ്. അപ്പോൾ പിണറായി വിജയൻ്റെ കൊള്ളരുതായികയ്ക്ക് മുഴുവൻ കൊട പിടിച്ചു കൊടുത്തും അതിന് സഹായം ചെയ്തു കൊടുത്ത അജിത് കുമാറിനെ ജനങ്ങളുടെ മുമ്പിൽ തുറന്നു കാണിക്കുകയും അല്ലെങ്കിൽ അതിന് നടപടി എടുക്കേണ്ടതും ഈ സർക്കാരിൻ്റെ ഉത്തരവാദിത്തം. ആദ്യത്തെ നടപടിയാണ് ഈ പറയുന്ന രക്ഷാപ്രവർത്തനത്തിൻ്റെ സംബന്ധിച്ചിട്ടുള്ളത്.
അതുകൊണ്ട് ഞങ്ങൾ എടുത്തിട്ടുള്ള നടപടി അതിന്റെ ലോജിക്കൽ എൻഡിലേക്ക് എത്തും. തോക്കിനകത്ത് കയറി വെടിവെക്കരുത്, അതിന് സർക്കാരിന് നടപടി എടുക്കാനുള്ള കൊടുക്കുക. ജനങ്ങൾക്ക് വളരെ കൃത്യമായി ബോധ്യമുണ്ട്. ഈ സർക്കാർ വന്നതിന് ശേഷമാണ് ആ കേസ് രജിസ്റ്റർ ചെയ്യപ്പെട്ടതും അത് കോടതിയുടെ ഡയറക്ഷൻസിലുള്ള കേസ് പുനരുജ്ജീവിപ്പിച്ചതും ആ സർക്കാരിന്റെ നേതൃത്വത്തിൽ നടന്ന അന്വേഷണത്തിലാണ് ആരും അറിയാതിരുന്ന അജിത് കുമാറിന്റെ ഇതിനകത്തുള്ള ക്രിമിനൽ ബുദ്ധിയോട് കൂടിയിട്ടുള്ള ഇൻവോൾവ്മെന്റ് ജനങ്ങളുടെ മുമ്പിൽ തുറന്നു കാണിച്ചതും അത് അതിന്റെ ലോജിക്കൽ എൻഡിലേക്ക് എത്തും. അത്രയേ ഉള്ളൂ. ശരി.